അച്ഛനോടും അമ്മയോടൊന്നും വലിയ സ്നേഹമില്ലേ അലിൻ ജോസിന്? അച്ഛനോടും അമ്മയോടൊന്നും സ്നേഹമില്ലേ? വലിയ രീതിയിൽ സ്നേഹമില്ലേ? സ്നേഹമൊന്നുമില്ല. ഇതുങ്ങളെല്ലാം പോറ്റുന്നതിന് പകരം 4 വാഴ നട്ടെങ്കിൽ അതെങ്കിലും കുടുംബത്തിന് നേട്ടമുണ്ടായിരുന്നേനെ. ഈയിടെ ഞാനൊരു ഇന്റർവ്യൂല് പറയുന്നത് കേട്ടു, അച്ഛനും അമ്മയും മരിക്കാൻ കാത്തിരിക്കുക എന്റെ സ്വത്തുക്കളൊക്കെ എനിക്ക് കൈ കിട്ടാനെന്ന്. അത് മരിച്ചാലും ചിലപ്പോൾ കിട്ടാൻ ചാൻസ് പോവാ. താങ്കൾ പറയുന്ന അത്രയും മോശം സ്റ്റേറ്റ്മെന്റ് ആണ്. താങ്കൾക്ക് ആരും അത് പറഞ്ഞു തരുന്നില്ലേ? എന്തൊരു മോശം വർത്തമാനമാണ് താങ്കൾ പറയുന്നത്. താങ്കൾക്ക് ജന്മം നൽകിയവരാണ്, താങ്കളുടെ പിതാവും മാതാവുമാണ്. താങ്കളോട് ചോദിക്കുന്നതിന് താങ്കൾ കൃത്യമായിട്ട് മറുപടി പറയൂ. അതായത് താങ്കൾ സ്വന്തം അച്ഛനെയും അമ്മയെയും ഇകഴ്ത്തിക്കൊണ്ട് അവർ മരിച്ചു പോയാലേ എനിക്ക് എൻ്റെ സ്വത്ത്. ഇപ്പൊ പറയുന്നത് കേട്ടു, മരിച്ചു പോയാൽ പോലും എനിക്ക് സ്വത്താണോ വലുത്, അതോ സ്വന്തം അച്ഛനും അമ്മയും ആണോ, അവരുടെ സ്നേഹമാണോ വലുത്? എല്ലാം വലുതാണ്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഓക്കെ, എല്ലാം വലുതാണ്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും താങ്കൾക്ക് മനസ്സിലാകാത്താണോ, താങ്കൾ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? ആ രീതിയിലൊന്നും അല്ല. നമ്മൾ സ്നേഹമുണ്ട്. സ്നേഹമുള്ള ഒരാളാണോ സ്വന്തം അച്ഛനും അമ്മയും മരിച്ചു പോയാലേ എനിക്ക് കിട്ടേണ്ട സ്വത്തുക്കൾ കിട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ മരിച്ചാൽ പോലും എനിക്ക് കിട്ടില്ല എന്ന് പറയുന്ന താങ്കളുടെ മൈൻഡ് എത്ര ക്രൂവലാണെന്ന് താങ്കൾ ചിന്തിച്ചിട്ടില്ലേ? താങ്കൾക്ക് 24 വയസ്സുണ്ടോ? പൊട്ടനൊന്നും അല്ലല്ലോ താങ്കൾ. എപ്പോഴും വീട്ടിലേക്ക് സംസാരിക്കാറുണ്ട്, എനിക്കൊന്നും തരില്ല എന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പൊ ആ ലൈനിലുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സംസാരം. അതായത് സ്വന്തം അച്ഛന്റെ അമ്മയുടെ സ്നേഹത്തെക്കാൾ വില കൽപ്പിക്കുന്നത് അലിൻ ജോസ് പെരേര സ്വത്തിനെയാണോ? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. പറഞ്ഞത് അബദ്ധമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്, ഏകദേശം മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴും ഉറപ്പില്ല. സ്വന്തം അച്ഛനും അമ്മയും മരിച്ചു പോട്ടെ, ഒരു ഒറ്റ അടി തന്നാണ്ടല്ലോ അപ്പം മനസ്സിലാവും. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ബഹുമാനം കിട്ടണമെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ജനങ്ങളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്താലേ നിങ്ങൾക്ക് ആ ബഹുമാനം കിട്ടുള്ളൂ. എന്താണ് അലക്സ്, ഇനിയെങ്കിലും കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കും. ഇപ്പൊ ഓവറായിട്ടുള്ള ഈ കോലംകെട്ടുകളൊക്കെ നിങ്ങൾക്ക് നിർത്തിക്കൂടെ? ഈ ഡാൻസ് കളിയും കോപ്രായങ്ങളും മരണവിടൊന്നുമില്ലാതെ അതൊക്കെ നിർത്തിക്കൂടെ? അതൊക്കെ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അതെ.